ഇതിലൊരു കാര്യമുള്ളത്, ഈ പാളികൾ അതിൽ പൂശിയിരിക്കുന്ന സ്വർണം, അതായത് മുമ്പ് പതിപ്പിച്ച സ്വർണമായിരുന്നു, അത് പിന്നീട് പോറ്റിയുടെ നേതൃത്വത്തിൽ അടിച്ചു മാറ്റി അതിനുശേഷം അത് പൂശിയാണ് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ അളവിൽ എത്ര കുറവ് വന്നു എന്ന് പരിശോധിക്കണമെങ്കിൽ ആ പാളികൾ പൂർണ്ണമായി തന്നെ പരിശോധിക്കണം. ഒരു സാമ്പിളിൽ നിന്ന് അത്ര അതിൻ്റെ ഒരു എത്ര ഏരിയയിൽ ഈ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര അളവിൽ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാവില്ലല്ലോ. സ്വാഭാവികമായും അത് കൊണ്ടുപോയി ഒരു ശാസ്ത്രീയമായ പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഗോകുൽ, ശബരിമലയിൽ നടന്ന ഈ വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ തൂക്കം സംബന്ധിച്ചായിരുന്നു. കാരണം നേരത്തെ 42 കിലോ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ പിന്നീട് അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചപ്പോൾ 38 കിലോയായി. 4 കിലോയോളം തൂക്കം കുറഞ്ഞുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതോടുകൂടിയാണ് പിന്നീട് ഇതിൽ വിശദമായ അന്വേഷണം വരികയും വലിയ അട്ടിമറികളും ഗൂഢാലോചനകളും പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ തൂക്കം പരിശോധിക്കുന്നത് ഏറെ നിർണായകമാണ്. പക്ഷേ ഈ കഴിഞ്ഞ തുലാമാസ പൂജകൾക്ക് ദ്വാരപാലക ശില്പങ്ങൾ തിരികെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ തൂക്കം പരിശോധിച്ചിരുന്നു. പക്ഷേ ഇനി ഈ കട്ടളപ്പാളികൾ ഉൾപ്പെടെ SIT സംഘം പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഈ തൂക്കക്കുറവാണ് ഹൈക്കോടതി പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. 98-99 കാലത്ത് വിജയമല്യ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളികളുമാണ് പിന്നീട് ചെമ്പായി മാറിയത്. അത് എങ്ങനെ ചെമ്പായി മാറി, അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഗൂഢാലോചന ഉൾപ്പെടെ അതിൽ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കി തൂക്കം ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധനയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ ഒരു വശത്തുള്ള പാളി ഇളക്കി മാറ്റിയിട്ടുണ്ട്. ആ പാളിയിൽ ഇളക്കി മാറ്റിയ പാളിയിൽ ഉൾപ്പെടെ വിശദമായ പരിശോധന അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ, ഈ സ്വർണം പൊതിഞ്ഞ ഈ പാളി ചെമ്പായി, അത് പിന്നീട് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2025 സ്വർണം പൂശിയാണ് കൊണ്ടുവന്നത്. 98-99 കാലത്ത് സ്വർണം പൊതിഞ്ഞു എന്ന് കൃത്യമായി തെളിവുകളും മറ്റ് രേഖകളും ഒക്കെ തന്നെ പുറത്തു വന്നതാണ്. പിന്നീട് ഈ സ്വർണം പൊതിഞ്ഞ പാളികളാണ് ചെമ്പാക്കി മാറ്റുകയും ആ ചെമ്പ് പാളി സ്വർണം പൂശിയതായി ശബരിമലയിൽ എത്തിക്കുകയും പിന്നീട് അത് തിരികെ സ്ഥാപിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ അട്ടിമറികളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ അട്ടിമറികളും ഓരോന്നോരോന്നായി നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഇനി എത്രത്തോളം, ഇനി ഏറ്റവും പ്രധാനമായും ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഈ സ്വർണ്ണപ്പാളികളിൽ ഏതെങ്കിലും തരത്തിൽ തിരിമറി നടന്നോ എന്നതാണ്. അത് വലിയ തരത്തിൽ അന്വേഷണ സംഘവും കോടതിയും സംശയിക്കുന്നുണ്ട്. അതിലാണ് ഇനി നിർണായകമായ കണ്ടെത്തൽ അല്ലെങ്കിൽ ആ സ്ഥിരീകരണം പുറത്തു വരാനുള്ളത്. കാരണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി തിരികെ എത്തിക്കുന്നു. 2025 സമാനമായ രീതിയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നു. അങ്ങനെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ 2025 അത്തരത്തിലൊരു സ്വന്തം നിലയ്ക്ക് താൻ കൊണ്ടുപോകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതൊക്കെ തന്നെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ, ഏതെങ്കിലും തരത്തിൽ മറ്റ് അട്ടിമറികൾ ഉൾപ്പെടെ മറയ്ക്കാനാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധന നടത്താം എന്നുള്ള കാര്യം ഹൈക്കോടതി പറയുകയും അന്വേഷണ സംഘത്തിന് അതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ നിർണായകമായ പരിശോധന നടക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി, ആ സ്വർണ്ണപ്പാളി ശബരിമലയിലുള്ള യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ അതേ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്നതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. ഈ നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ രാജ്യാന്തര വിഗ്രഹ കടത്തുമായി ചില ബന്ധമുണ്ട്, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ നിരീക്ഷണം നടത്തിയതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശാസ്ത്രീയ പരിശോധന കേസന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമാണ്. അന്വേഷണത്തിൽ വളരെ ബലം നൽകുന്ന ഒന്നുകൂടിയാണ് ഈ ശാസ്ത്രീയ പരിശോധന. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ശാസ്ത്രീയ പരിശോധന നടത്തി ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ നിലവിലുള്ളത് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ശബരിമല നട ഉച്ചപൂജയ്ക്ക് ശേഷം ശബരിമല നട അടച്ചിട്ടുണ്ട്. ഈ നട ഇനി അടച്ചതിന് ശേഷം വിശദമായ പരിശോധന അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കും.
അടക്കം ഇപ്പോൾ 2 ഇടങ്ങളിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. ഒന്ന് ഈ ശബരിമല ശ്രീകോവിലിന് പുറകുവശത്താണ് ഈ അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത ഒരു സ്വർണ്ണപ്പാളി അഴിച്ചെടുത്തിട്ടുണ്ട്. ആ അഴിച്ചെടുത്ത പാളി അവിടെ തന്നെ വച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അതിന്റെ അളവുകളും തൂക്കങ്ങളും ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെ നടത്തിയ പരിശോധന ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള മറ്റൊരു പാളിയാണ്. ആ പാളിയും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ദ്വാരപാലക ശില്പങ്ങളിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. ശാസ്ത്രീയ പരിശോധന നടത്താനായി വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ SIT സംഘം സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ SP ശശിധരനൊപ്പമുണ്ട്. കൃത്യമായി ഒരു മേൽനോട്ടത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ ഒരു നിരീക്ഷണം ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉണ്ട് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർണായക പരിശോധന ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.